ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു സൺസ്ക്രീമിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് വന്നത്. നിങ്ങളുടെ ഒരു ഓയിലി സ്കിന്നാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റിയ ഒരു സൺസ്ക്രീമാണിത്. ഈ ഒരു സൺസ്ക്രീം നല്ലതായിട്ട് തോന്നി എനിക്ക്. ഞാൻ ഒത്തിരി സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എപ്പോഴും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ഹെവി ഫീല് വരും. അങ്ങനൊന്നും ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇല്ലായിരുന്നു. ഇതുവരെ ഇതിന് മുമ്പ് ഞാൻ ഡീകൺസ്ട്രക്റ്റ് നല്ലതാണ്. ഇതിന് മുമ്പ് 2-3 സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ അത് ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് കുറേ കൂടി എൻ്റെ ഫേസ് ഡള്ളാവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ. പക്ഷേ എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ പുറത്ത് പോയിട്ട് വന്നാലും ആ ഒരു ഡള്ളാവുന്നത് പോലെയും ഫേസ് ഡള്ളാവുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടുമ്പോൾ ഹെവി ഫീൽ ഉണ്ടാവില്ല. സ്കിന്നിൽ ഇട്ടിട്ടുണ്ടെന്നേ തോന്നത്തില്ല. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു 30 ഗ്രാം ഓഫ് പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 558 രൂപയാണ്. ഇതിൻ്റെ 40 ഗ്രാം 60 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന് 800 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 30 ഗ്രാം ഓഫ് പ്രൊഡക്റ്റാണ്. ഇതിന് മുമ്പ് ഒരു സൺസ്ക്രീൻ അത് തീർന്നു. ഇത് എൻ്റെ സെക്കൻഡ് ടൈം ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു സൺസ്ക്രീമും. ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. നമുക്ക് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണിത് വാങ്ങിച്ചത്. സൺപ്ലസിൻ്റെ സൺസ്ക്രീൻ. ഇത് ജെൽ കൈൻഡ് ഓഫ് സൺസ്ക്രീമാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഒരു ജെൽ സൺസ്ക്രീമാണ്. പിന്നെ ഈ ഒരു സൺസ്ക്രീം എന്ന് പറയുമ്പോഴത്തേനും SPF 50+, PA++ ആണുള്ളത്. നല്ലൊരു പ്രൊട്ടക്ഷൻ PA++++ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതൊരു ഹെവി ഫീൽ ഉണ്ടാവില്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഓയിലി സ്കിന്നാണ് എൻ്റെ, ഒരു ആക്നെ പ്രോൺ ഓയിലി സ്കിന്നാണ് എൻ്റെത്. എനിക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഡാർക്ക് സ്പോട്ട്സുകൾ ഹൈഡ് ആവുന്നത് പോലെയും പിന്നെ എനിക്ക് പിമ്പിൾസ് ഒന്നും വരുന്ന പോലെയും ഒന്നും തോന്നിയിട്ടില്ല. പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സുകൾ. പിന്നെ നമ്മൾ സൺസ്ക്രീം എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ട് പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്തിട്ടേ പോകാവൂ, അല്ലാതെ നമ്മൾ പുറത്ത് പോവുകയേ ചെയ്യരുത്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ബെസ്റ്റായിട്ടുള്ളൊരു സൺസ്ക്രീൻ നമ്മൾ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീം ആണെന്നാണ് ഇതിനകത്ത് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് വേറെയുള്ള സ്കിന്നുകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. കാരണം എനിക്കിത് എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. എനിക്ക് നല്ലതായിട്ട് തോന്നി ഈ ഒരു സൺസ്ക്രീം. ഇപ്പോൾ നിങ്ങളൊരു ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൺസ്ക്രീം നോക്കി നടക്കുകയാണെങ്കിൽ കണ്ണും പൂട്ടി ഇത് മേടിക്കാം കേട്ടോ. നല്ലൊരു സൺസ്ക്രീമാണ്. പിന്നെ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഇതിനകത്ത് ജെല്ലീസ് ആൻഡ് ആൻറ്റി പൊല്യൂഷൻ സൺസ്ക്രീൻ വിത്ത് SPF 50+, PA++. അതിനർത്ഥം സൺ ടാനിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു സൺസ്ക്രീം എന്ന് പറയുന്നത് അതാണ്ട് എൻ്റെ ആദ്യത്തെ സൺസ്ക്രീം അതെവിടെ ഉണ്ട്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്ത് തീർത്തു. അതിന് ശേഷം ഞാൻ രണ്ടാമത് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഈ 30 ഗ്രാമിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു 60 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് 60 ഗ്രാം ഉള്ളത് ട്യൂബ് മേടിക്കുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ. 30 ഗ്രാമിനകത്ത് ക്വാണ്ടിറ്റി കുറവ് പോലെ എനിക്ക് തോന്നി. ഓക്കെ, ഈ ഒരു സൺസ്ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകുന്ന രീതിയിലുള്ളൊരു സൺസ്ക്രീമാണ് കേട്ടോ. ഒരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഒരു സൺസ്ക്രീമിൻ്റെ സൈഡിലായിട്ട് അവർ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൺസ്ക്രീം ജെൽ കൈൻഡ് ഓഫ് സൺസ്ക്രീൻ ആണ്. ഒരു മാറ്റേ ഫിനിഷാണ് തരുന്നത്. ഒരു വെൽവെറ്റി ടെക്സ്ചർ. ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഒരു വെൽവെറ്റി കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സൺസ്ക്രീമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് നല്ലൊരു സൺസ്ക്രീമാണ്.